ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വേണം. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതാണ്. പ്രതിപക്ഷം വേണം, അല്ലെങ്കിൽ ഏത് പാർട്ടി ആയാലും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് വരും. പ്രതിപക്ഷം വേണം. ഇവിടെ പ്രശ്നം ഇന്ത്യയിലൊരു പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. യുവാക്കൾ ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നൊരു ചിന്ത. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ആദ്യം ഇതിൻ്റെ പുറകിൽ വന്ന ആരാണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ല, പ്രകാശ് രാജ്. ഏത് കാര്യത്തിനും മോദിക്കെതിരെ പറയുന്ന പ്രകാശ് രാജ്, അഖിലേഷ് യാദവ്, പ്രശാന്ത് ഭൂഷൺ, ധ്രുവ് റാത്തി, മെയ്ത്ത, കീർത്തി ആസാദ്, ഇങ്ങനെയുള്ളവരങ്ങ് ഇറങ്ങുക. നമ്മുടെ അപ്പോസ്തലൻ ഇതാ വന്നിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ഒരു ജൻസി സംവിധാനം വന്നിരിക്കുന്നു. ഇത് എങ്ങനെ? ഞാൻ പറഞ്ഞത് ഇതിനിപ്പോൾ നേപ്പാളിലെ ജൻസി കലാപത്തിനെ പോലെയോ, അല്ലെങ്കിൽ നമ്മൾ ഈജിപ്തിൽ പറഞ്ഞതുപോലത്തെ ഒരു ഇതോ, അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവത്തിനെ പോലെയോ ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു ഏകീകരണമില്ലെന്നും ഒരു നേതൃത്വമില്ല എന്നും. ഏറ്റവും വലിയ രസകരമായ കാര്യം, സാർ നേരത്തെ ഇതിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 11 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന ആളുകളാണ്, റീൽസ് കാണുന്ന ആൾക്കാരാണ്. ശരീരം വേർക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ പ്രധാന കക്ഷികൾ. അപ്പോൾ ഇത് സാറേ, ഞാൻ നേപ്പാളിൽ ഈ പറയുന്ന പോലെ അന്ന് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഒരു മെസ്സേജ് കൊടുത്തപ്പോഴാണ് അവിടെ കാഠ്മണ്ഡുവിലേക്ക് ആൾ വന്നത്. അത് കലാപത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയത്. ഇത് ചിലപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കൊരു തോന്നുന്നു. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് ഇതിനെ പുച്ഛിച്ച് തള്ളണം, ഇതിൻ്റെ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കല്. ഇതൊരിക്കലും ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് അല്ല. ഇതൊരു രാഷ്ട്രീയപരമായ പ്രതിയോഗിയോ ഒന്നുമാവാൻ പോകാത്ത ഒരു ഈ കൊച്ചു പിള്ളേരെ ഈ കുറച്ച് മൊബൈലിൽ കിടന്ന് കാണിക്കുന്നതിന് സമാനമായി മാത്രമേ ഇതിനെ കാണാവൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ ശബ്ദം ഉയരണം എന്നുള്ളത് തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള വിക്രിയകളാവരുത്, ഇത്തരത്തിലുള്ള കൊച്ചു പിള്ളേരുടെ തമാശകളാകരുത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്.